വെൽക്കം ഹോളി സ്പിരിറ്റ്, പ്രൈസ് ബി ടു ഹോളി ട്രിനിറ്റി, ആവേ മരിയ. ഒരു ദിവസം എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ ആലോചിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു ചെറിയ തോട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കൽ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിച്ചു തോപ്പിക്കും. ഈശോ വളരെ പുഞ്ചിരിയോടുകൂടി എൻ്റെ ഉള്ളിൽ ഉണർത്തി തന്ന ഒരു തോട്ടാണ്, നിനക്ക് പരിശുദ്ധ കുർബാനയാകാൻ പറ്റുമോ? കുരിശില് ഞാൻ സഹിച്ച പീഡകൾ സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു അത്ലറ്റിന്റെ കൂടെ പിച്ച നടക്കാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞുകുട്ടി ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? ആ കൊച്ചൊരിക്കലും ജയിക്കില്ല. പക്ഷെ ഇങ്ങനെ 2-3 തവണ ആ കൊച്ച് ഇതുപോലെ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ കൊച്ചിന്റെ പ്രായത്തിലുള്ള മറ്റെല്ലാ പിള്ളേരെക്കാളും കൂടുതൽ നന്നായിട്ട് ഈ കൊച്ചിന് ഓടാൻ പറ്റും. ഇത് കണ്ടു നിൽക്കുന്ന നമുക്കും തോന്നും, ഈ കൊച്ച് എന്തൊരു സ്പീഡിലാ ഓടുന്നത്. ഈ മുമ്പിൽ പോണ അത്ലറ്റിനെ കണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റെല്ലാവരും പറയും, ഓ, ആ കൊച്ചാണ് ഈ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് ഓടുന്നതെന്ന്. വിശുദ്ധരൊക്കെ ഇതുപോലെ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത ആൾക്കാരാ. അവരൊക്കെ ഏതാണ്ട് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈശോ നമ്മെ സ്നേഹിച്ചത്, ഈശോയുടെ സ്നേഹം പൂർണ്ണമാകുന്നത് കുരിശിലാണ്. ഇന്നോളം ഈശോ സഹിച്ചിട്ടുള്ള അത്രയും വേദനകള്, അത്രയും പീഡനകള് ഈ ലോകത്തില് വേറൊരു മനുഷ്യനും സഹിച്ചിട്ടില്ല, ഇനിയൊട്ട് സഹിക്കാനും പോണില്ല. അത്രമാത്രമാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിച്ചിട്ടുള്ളത്, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ആയിരുന്ന് നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്ന ഈശോയെ നമ്മളും അത്രമാത്രം സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ മാത്രമല്ല ചെയ്യുന്നത്, അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകകൂടി ചെയ്യും. അങ്ങനെ ഈശോയുടെ കുരിശിലെ സ്നേഹത്തിന്റെ അടുത്തെത്താനായിട്ടെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. നമ്മളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഈശോയുടെ കുരിശിലേക്ക് നമ്മൾ ഒരു പടി കൂടി അടുക്കുകയാണ് ചെയ്യുന്നത്. ഈശോ അത്രമാത്രം വേദന സഹിച്ചപ്പോഴും നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുകയായിരുന്നു ചെയ്തത്. ഈശോയുടെ കുരിശിന്റെ ഭാരം മുഴുവനും കുറച്ചത് ഈശോയുടെ വലിയ സ്നേഹമാണ്. നമുക്കും സഹനങ്ങൾ ഉണ്ടാവുമ്പോൾ അത് സ്നേഹത്തോടു കൂടി എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ സഹനങ്ങൾക്കൊന്നും ഒരു ഭാരം നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ ഭാരം കൂടുന്ന സഹനങ്ങൾ എപ്പോഴും നമ്മൾ ഓർക്കണം, അവിടെ സ്നേഹത്തിന്റെ കുറവുണ്ട്. സ്നേഹത്തോടു കൂടിയിട്ടാണ് ഈ ഓരോ സഹനങ്ങളും നമ്മൾ ഓരോ കുരിശുകളായിട്ട് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നിനും ഒട്ടും ഭാരം ഉണ്ടാവില്ല. പകരം ആ വേദനകളും സഹനങ്ങളും ഒക്കെ കൂടുന്നതോർത്ത് ആ വേദനകളിലും സഹനങ്ങളിലും ഒക്കെ ഈശോയെ സ്നേഹിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അതെല്ലാം നമുക്ക് കാഴ്ചവെച്ച നമ്മുടെ സഹനങ്ങൾ ഒന്നും വേസ്റ്റ് ആയി പോകില്ല. ഇത്രയും നാളും നമ്മൾ എന്തോരം സഹനങ്ങളെ വേസ്റ്റ് ആക്കിയേ. നമുക്ക് ഈശോയെ അതുപോലെ സ്നേഹിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് ഈശോയുടെ കുരിശിലെ സ്നേഹത്തിലേക്ക് നോക്കി ഓടാം. നമുക്ക് ഈശോയുടെ കുരിശിന്റെ സ്നേഹത്തിന്റെ അടുത്തെങ്കിലും വരെ എത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ അതിൽ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കൈ പിടിച്ച് സഹായിക്കട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.